സ്വാഗതം. അപ്പോൾ നിങ്ങൾ അയച്ചു തന്ന ഈ രേഖകൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണിവ. ഒറ്റ നോട്ടത്തിൽ മാലാഖമായെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. പക്ഷേ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ സാധാരണയായി ചിന്തിക്കുന്ന പോലത്തെ ഒരു ചിറകുള്ള രൂപങ്ങളോ കഥകളോ അല്ല ഇതിൽ. അതിനേക്കാൾ വളരെ ആഴത്തിലുള്ള ചില ആശയങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇതാണ്. ഈ ഔദ്യോഗിക രേഖകൾ പ്രകാരം ആരാണ് മാലാഖമാർ? വെറും സങ്കല്പങ്ങളാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും, ഇതിലെ ചില കാര്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നമുക്കതൊന്ന് അഴിച്ചെടുത്ത് പരിശോധിക്കാം. തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ രേഖകൾ തുടങ്ങുന്നത് തന്നെ ഒരു തറപ്പിച്ചു പറയലിലാണ്. മാലാഖമാർ എന്ന ശരീരമില്ലാത്ത ആത്മീയ ജീവികളുടെ അസ്തിത്വം ഒരു വിശ്വാസ സത്യമാണ് എന്ന് ആദ്യമേ പറയുന്നു. സംശയത്തിനിടയില്ലാത്ത ഒരു കാര്യമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ സംശയാലുവായ ഒരാൾക്ക് ഇതങ്ങോട്ട് വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ തോന്നാം. പക്ഷേ ഇതിന്റെ അടിസ്ഥാനം വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ തുടക്കം മുതലുള്ള പാരമ്പര്യവുമാണെന്ന് ഈ രേഖകൾ അടിവരയിടുന്നു. അതായത് ഇതൊരു പുതിയ കണ്ടുപിടുത്തമല്ല, മറിച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് അവരിതിനെ കാണുന്നത്. ആ വിശ്വാസ സത്യം എന്ന വാക്ക് തന്നെ ശക്തമാണ്. അപ്പോൾ ആരാണ് ഈ മാലാഖമാർ? ഈ രേഖകൾ അവരെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? കാരണം നമ്മൾ സിനിമയിലും കലയിലുമൊക്കെ കാണുന്ന ഒരു രൂപം മനസ്സിലുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് നോക്കിയാൽ എന്താണ് ഇവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി? അവിടെയാണ് ഏറ്റവും രസകരമായൊരു പോയിന്റ് വരുന്നത്. വിശുദ്ധ അഗസ്റ്റിന്റെ ഒരു ഉദ്ധരണി നിങ്ങളുടെ നോട്ടിലുണ്ട്. അദ്ദേഹം പറയുന്നത് മാലാഖ എന്നത് അവരുടെ സ്വഭാവത്തിന്റെ പേരല്ല, മറിച്ച് അവരുടെ ഉദ്യോഗത്തിന്റെ, അതായത് ജോലിയുടെ പേരാണെന്നാണ്. അവരുടെ യഥാർത്ഥ പ്രകൃതം ആത്മാവ് എന്നതാണ്. അവർ ചെയ്യുന്ന ജോലി, അതായത് ദൈവത്തിന്റെ ദൂതനായി വർത്തിക്കുന്നത് കൊണ്ടാണ് അവർ മാലാഖ എന്ന് വിളിക്കപ്പെടുന്നത്. ഒന്നിരുത്തി, അത് വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമാണ്. അതായത് മാലാഖ എന്നത് അവരുടെ വർഗത്തിന്റെ പേരല്ല, മറിച്ച് ഒരു ജോലിയുടെ പേരാണെന്നാണോ? നമ്മൾ മനുഷ്യരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം മനുഷ്യനെന്നും എൻ്റെ ഉദ്യോഗം ഒരു പോഡ്കാസ്റ്റർ എന്നുമാണ്. അതുപോലെയാണോ ഇത്? ഇത് അവരുടെ മാന്യതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുമല്ലോ. അതെ, കൃത്യമായി. ആ ഒരു താരതമ്യം വളരെ നല്ലതാണ്. അവർ എന്താണ് എന്നതിനേക്കാൾ അവർ എന്ത് ചെയ്യുന്നു എന്നതാണ് ആ പേര് സൂചിപ്പിക്കുന്നത്. അവർ ദൈവത്തിന്റെ സന്ദേശവാഹകരാണ്, ദൈവഹിതം നടപ്പിലാക്കുന്നവരാണ്. ഇനി അവരുടെ പ്രകൃതത്തിലേക്ക് വന്നാൽ ഇവർ പൂർണ്ണമായും ആത്മീയ ജീവികളാണ്. അതായത് നമുക്കുള്ളതുപോലെ ഒരു ഭൗതിക ശരീരം അവർക്കില്ല, പക്ഷേ അവർക്ക് ബുദ്ധിയും ഇച്ഛാശക്തിയുമുണ്ട്. ഓക്കെ, ആ ബുദ്ധിയും ഇച്ഛാശക്തിയും എന്നതൊന്ന് വിശദമാക്കാമോ? അത് വെറുമൊരു അദൃശ്യശക്തി എന്ന അർത്ഥത്തിലാണോ, അതോ അവർക്ക് വ്യക്തിത്വമുണ്ടെന്നാണോ? വ്യക്തിത്വമുണ്ടെന്ന് തന്നെയാണ് ഈ രേഖകൾ പറയുന്നത്. അവർക്ക് ചിന്തിക്കാനും തിരഞ്ഞെടുപ്പുകൾ നടത്താനും പ്രവർത്തിക്കാനും കഴിയും. വെറും കാറ്റോ ഊർജമോ പോലെയല്ല, മറിച്ച് ശരീരമില്ലാത്ത നമ്മളെക്കാൾ ഉയർന്ന തലത്തിലുള്ള ബുദ്ധിയും ശക്തിയുമുള്ള അമർത്യരായ വ്യക്തികളായാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ നോട്ടിൽ പറയുന്നൊരു വാചകമുണ്ട്, കാണപ്പെടുന്ന എല്ലാ സൃഷ്ടികളെക്കാളും അവർ പൂർണ്ണതയിൽ ശ്രേഷ്ഠരാണ് എന്ന്. അവരുടെ മഹത്വത്തിന്റെ ശോഭ അതിന് തെളിവാണെന്നും പറയുന്നു. ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ രേഖകളിൽ ഉടനീളം മാലാഖമാരെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പേര് വീണ്ടും വീണ്ടും വരുന്നുണ്ടെന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ബന്ധം ഇത്രയധികം ഊന്നി പറയുന്നത്? മാലാഖമാർ ഒരു പ്രത്യേക വിഭാഗവും ക്രിസ്തു മറ്റൊരു വിഷയവുമായാണല്ലോ നമ്മൾ സാധാരണ ചിന്തിക്കാറ്. വളരെ നല്ലൊരു നിരീക്ഷണമാണത്. ഈ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് അതാണ്. മാലാഖമാരുടെ ലോകത്തിന്റെ കേന്ദ്രം ക്രിസ്തുവാണ്. അവർ കേവലം ദൈവത്തിന്റെ സൃഷ്ടികൾ എന്നതിലുപരി ക്രിസ്തുവിന്റെ മാലാഖമാരാണ്. കാരണം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള കാണുന്നതും കാണാത്തതുമായ എല്ലാ അധികാരങ്ങളും ശക്തികളും ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഈ രേഖകൾ പറയുന്നു. അതുകൊണ്ട് മാലാഖമാരെ ക്രിസ്തുവിൽ നിന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അവർ കേവലം സൃഷ്ടികൾ മാത്രമല്ല, ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയുടെ ആ വലിയ പ്ലാനിന്റെ ഭാഗം കൂടിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, കൃത്യമായി. രക്ഷിക്കപ്പെടുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണ് അവർ എന്നീ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അവർ വെറുതെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരല്ല, മറിച്ച്
ലോകസൃഷ്ടി മുതൽ മനുഷ്യന്റെ രക്ഷാചരിത്രത്തിലെ ഓരോ ഘട്ടത്തിലും അവർ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ നോട്ടുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഏദൻ തോട്ടം കാവൽ നിന്നത്, ലോത്തിനെ സോദോമിൽ നിന്ന് രക്ഷിച്ചത്, യാഗത്തിനൊരുങ്ങിയ അബ്രാഹത്തിന്റെ കൈ തടഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ പഴയ നിയമത്തിലെ കഥകൾ വായിക്കുമ്പോൾ എൻ്റെ ഒരു ആധുനിക മനസ്സ് ഇതിനെയൊക്കെ ഒരുതരം രൂപകങ്ങളോ മിത്തുകളോ ആയി കാണാനാണ് ശ്രമിക്കുക. പക്ഷേ ഈ രേഖകൾ അവതരിപ്പിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളായിട്ടാണോ? ഈ മതബോധന ഗ്രന്ഥത്തിന്റെ കാഴ്ചപ്പാടില് അതെ, ഇത് കേവലം സാഹിത്യപരമായ അലങ്കാരങ്ങളല്ല, മറിച്ച് ചരിത്രത്തിലെ നിർണായക നിമിഷങ്ങളിൽ നടന്ന ദൈവിക ഇടപെടലുകളാണ്. ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതില് അവർക്കൊരു പ്രധാന പങ്കുണ്ടായിരുന്നു. പ്രവാചകന്മാർക്ക് വഴികാട്ടിയതും ഇസ്രായേൽ ജനത്തെ നയിച്ചതും നിയമം നൽകാൻ സഹായിച്ചതുമെല്ലാം ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണമാണല്ലോ ഗബ്രിയേൽ മാലാഖ മറിയത്തെ സമീപിച്ച് യേശുവിന്റെ ജനനം അറിയിക്കുന്നത്. ശരിയാണ്. അവിടെ നിന്നാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. യേശുവിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജനനം മുതൽ സ്വർഗാരോഹണം വരെ മാലാഖമാർ ഒരു നിഴലുപോലെ കൂടിയുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊരു യാദൃച്ഛിക സംഭവമല്ല, അല്ലേ? തീർച്ചയായും അല്ലേ. യേശുവിന്റെ മനുഷ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിതം മാലാഖമാരുടെ ആരാധനയാലും ശുശ്രൂഷയാലും ചുറ്റപ്പെട്ടതായിരുന്നു എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. ദൈവം തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന്റെ എല്ലാ മാലാഖമാരും അവനെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് ഹെബ്രായ ലേഖനത്തെ ഉദ്ധരിച്ചിവിടെ പറയുന്നുണ്ട്. അതായത് യേശുവിന്റെ ജനനം സ്വർഗത്തിലും ഒരു വലിയ സംഭവമായിരുന്നു. ആലോചിച്ചു നോക്കൂ, ക്രിസ്മസിന് നമ്മൾ പാടുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന ഗീതം ഈ രേഖകൾ അനുസരിച്ച് 2000 വർഷം മുൻപ് മാലാഖമാർ തുടങ്ങിയ ഒരു പാട്ടിൽ നമ്മൾ പങ്കുചേരുകയാണ്. അതൊരു പുതിയ കാഴ്ചപ്പാടാണ്. അത് വെറുമൊരു പാട്ടല്ല, മറിച്ച് ഇപ്പോഴും തുടരുന്ന ഒരു സ്വർഗീയ ആരാധനയുടെ ഭാഗമാകലാണ്. വളരെ മനോഹരമായൊരു ചിന്തയാണത്. അതുമാത്രമല്ല, യേശുവിനെ ശൈശവത്തിൽ ഹേറോദോസിൽ നിന്ന് സംരക്ഷിക്കാൻ മുന്നറിയിപ്പ് നൽകിയത്, മരുഭൂമിയിലെ പരീക്ഷകൾക്കു ശേഷം ശുശ്രൂഷിച്ചത്, അങ്ങനെ പല ഘട്ടങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്. ഗെത്സമേനിയിലെ ആ ഒരു രംഗം എന്നെ വളരെ ആകർഷിച്ചു. യേശുവിനെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ മാലാഖമാർക്ക് കഴിയുമായിരുന്നു എന്ന് പറയുന്നു, മുൻപ് ഇസ്രായേലിനെ രക്ഷിച്ചതുപോലെ. അതൊരു ശക്തമായ ആശയമാണ്. അവർക്ക് ശക്തിയുണ്ടായിട്ടും അവർ ഇടപെട്ടില്ല. അതെ, അത് മാലാഖമാരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റി എഴുതുന്നുണ്ട്. അവർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മാന്ത്രികരല്ല, മറിച്ച് ചിലപ്പോൾ വേദന നിറഞ്ഞതും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമായ ഒരു വലിയ ദൈവീക പദ്ധതിക്ക് സേവനം ചെയ്യുന്നവരാണ്. അവരുടെ ശക്തി ആ വലിയ പദ്ധതിക്ക് വിധേയമാണ്. ആ നിമിഷം യേശു പിടിക്കപ്പെടുക എന്നതായിരുന്നു പദ്ധതി. അതുകൊണ്ട് അവർ സപ്പോർട്ട് നിന്ന് ശക്തി പകർന്നു, പക്ഷെ ഇടപെട്ടില്ല. എന്നിട്ട് യേശുവിന്റെ പുനരുത്ഥാനം എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ സന്തോഷവാർത്ത ലോകത്തെ ആദ്യമായി അറിയിച്ചതും മാലാഖമാരാണ്. അപ്പോൾ അവരുടെ റോള് മാറി. സംരക്ഷകൻ എന്ന നിലയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ആദ്യത്തെ ആളുകളായി അവർ മാറി. വളരെ ശരിയാണ്. ആ ദൗത്യം അവിടെ തീരുന്നില്ല. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് പ്രഖ്യാപിക്കുന്നതും ന്യായവിധി സമയത്ത് ശുശ്രൂഷ ചെയ്യുന്നതും മാലാഖമാരായിരിക്കും എന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ ഭൗമിക ജീവിതത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും യുഗാന്ത്യത്തിലും അവർ അവിഭാജ്യ ഘടകമാണ്. ഇത് കാണിക്കുന്നത് ക്രിസ്തുവും മാലാഖമാരും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഓക്കെ, ഇതെല്ലാം ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായി വളരെ വലുതും ഗംഭീരവുമായ കാര്യങ്ങളാണ്. പക്ഷേ വീട്ടിലിരുന്ന് ഇത് കേൾക്കുന്ന നിങ്ങളെപ്പോലെ ഞാനും ചിന്തിക്കുന്നത് ഇതാണ്: ഇതുകൊണ്ട് ഇന്നത്തെ കാലത്ത് എനിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? സഭയുടെയോ ഒരു സാധാരണ വിശ്വാസിയുടെയോ ജീവിതത്തിൽ മാലാഖമാർക്ക് ഇപ്പോഴും എന്തെങ്കിലും പങ്കുണ്ടോ? ഇതൊരു സ്വാഭാവികമായ ചോദ്യമാണ്. ഈ രേഖകൾ അനുസരിച്ച് ഇത് ഭൂതകാലത്തിൽ കഴിഞ്ഞുപോയ ഒരു കാര്യമല്ല. സഭയുടെ ജീവിതത്തിന് മാലാഖമാരുടെ നിഗൂഢവും ശക്തമായ സഹായം ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സഭ അതിന്റെ ആരാധനാക്രമത്തിൽ, വിശേഷിച്ചും വിശുദ്ധ കുർബാനയിൽ, സ്വർഗത്തിലുള്ള മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് വ്യക്തമായി പറയുന്നു. അതായത് പള്ളിയിൽ പരിശുദ്ധൻ 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 എന്ന് പാടുമ്പോൾ അത് വെറുമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, നമ്മൾ അക്ഷരാർത്ഥത്തിൽ മാലാഖമാരുടെ ഗാനത്തിൽ പങ്കുചേരുകയാണെന്നാണോ ഈ രേഖകൾ അർത്ഥമാക്കുന്നത്? അതെ,
ആ ഒരു യാഥാർത്ഥ്യ ബോധമാണ് ഈ രേഖകൾ നൽകാൻ ശ്രമിക്കുന്നത്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അതിർവരമ്പുകൾ ആരാധനയുടെ സമയത്ത് നേർത്തതാകുന്നു എന്നാണ് സങ്കല്പം. നിങ്ങളുടെ നോട്ടുകളിൽ മറ്റുദാഹരണങ്ങളുമുണ്ട്. മരണാനന്തര ശുശ്രൂഷയിലെ മാലാഖമാർ നിങ്ങളെ പറുദീസയിലേക്ക് നയിക്കട്ടെ എന്ന പ്രാർത്ഥന മാലാഖമാരുടെ സഹായത്തിലുള്ള ആഴമായ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ ബൈസന്റൈൻ ആരാധനാക്രമത്തിൽ വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റപ്പായേൽ തുടങ്ങിയ മാലാഖമാരെ പേരെടുത്തോർക്കുന്നു. ഇതെല്ലാം സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളിൽ അവർക്കെത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുന്നു. ശരി, ഇനി ഏറ്റവും വ്യക്തിപരമായ ഒരു തലത്തിലേക്ക് വരാം. ഇതാണ് പലർക്കും ഏറ്റവും ആകാംക്ഷയുള്ള വിഷയം, കാവൽ മാലാഖ എന്ന സങ്കല്പം. നിങ്ങളുടെ നോട്ടുകളിൽ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടെയാണ് സംസാരിക്കുന്നത്. ഓരോ മനുഷ്യനും ഒരു കാവൽ മാലാഖയുണ്ടോ? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെയാണ് ഒരുപക്ഷേ ഏറ്റവും ആഴത്തിലുള്ളതും വ്യക്തിപരവുമായ ആശയം വരുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം ജനനം മുതൽ മരണം വരെ മാലാഖമാരുടെ ശ്രദ്ധയും സംരക്ഷണവും നിറഞ്ഞതാണെന്ന് ഈ രേഖകൾ പറയുന്നു. ഇത് വെറുമൊരു കവിതാപരമായ ഭംഗിവാക്കല്ല, മറിച്ച് ഒരു ദൈവശാസ്ത്രപരമായ യാഥാർത്ഥ്യമാണ് അവതരിപ്പിക്കുന്നത്. അതിനെ സാധൂകരിക്കാൻ ഏതെങ്കിലും ഉദ്ധരണിയുണ്ടോ ആ രേഖകളിൽ? ഉണ്ട്. വിശുദ്ധ ബേസിലിന്റെ വളരെ ശക്തമായ ഒരു ഉദ്ധരണി ഇതിനടിവരയിടുന്നുണ്ട്. ഓരോ വിശ്വാസിയുടെയും അരികിൽ അവനെ ജീവനിലേക്ക് നയിക്കുന്ന ഒരു സംരക്ഷകനും ഇടയനുമായി ഒരു മാലാഖ നിലകൊള്ളുന്നു. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. സംരക്ഷകൻ, ഇടയൻ. അതായത് എന്തെങ്കിലും അപകടം വരുമ്പോൾ മാത്രം രക്ഷിക്കുന്ന ഒരു ബോഡിഗാർഡ് അല്ല. ഒരു ഇടയൻ എപ്പോഴും ആടുകളെ ശ്രദ്ധിക്കുകയും ശരിയായ വഴിയിലൂടെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അതൊരു സജീവമായ, നിരന്തരമായ പങ്കാളിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇടയൻ എന്ന രൂപകം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന തോളിലിരിക്കുന്ന ഒരു കാർട്ടൂൺ മാലാഖയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണിത്. ഇതൊരു തരം ആത്മീയ വഴികാട്ടി, അല്ലെങ്കിൽ എപ്പോഴും കൂടെയുള്ള ഒരു മെൻറ്ററെ പോലെയാണ്. അപ്പോൾ ഈ രേഖകൾ അനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിലും നേരിടുന്ന പ്രയാസങ്ങളിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. കൃത്യമായി. അതാണ് ഇതിലെ പ്രധാന ആശയം. ദൈവത്തിൽ ഒന്നിച്ച മാലാഖമാരുടെയും മനുഷ്യരുടെയും ഒരു വലിയ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിലൂടെ ഓരോരുത്തരും പങ്കുചേരുന്നു എന്നാണ് ഈ രേഖകൾ പഠിപ്പിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ ഭൗതിക ലോകം മാത്രമാണ് യാഥാർത്ഥ്യം എന്ന ചിന്തയെ ഇത് ചോദ്യം ചെയ്യുന്നു. അതിനപ്പുറം നമ്മെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അദൃശ്യ ലോകം നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ നൽകി ഈ രേഖകൾ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം ഇതാണ്. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് മാലാഖമാർ എന്നത് ക്രിസ്മസ് കാർഡുകളിൽ കാണുന്ന ഭംഗിയുള്ള രൂപങ്ങൾ മാത്രമല്ല. അവർ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവ് പോലുള്ള പ്രപഞ്ചപരമായ സംഭവങ്ങൾ മുതൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ വ്യക്തിപരമായ യാത്രയിൽ ഒരു ഇടയനായി കൂടെയിരിക്കുന്നതുവരെ അവരുടെ സാന്നിധ്യമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ അധികം ജീവജാലങ്ങൾ നിറഞ്ഞതും പരസ്പരം ബന്ധപ്പെട്ടതുമായൊരു പ്രപഞ്ചത്തിന്റെ ചിത്രമാണ് ഈ രേഖകൾ വരച്ചുകാട്ടുന്നത്. അതെ, ഇതിൽ നിന്ന് നിങ്ങൾക്കും ആഴത്തിൽ ചിന്തിക്കാൻ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഓരോരുത്തരുടെയും അരികിൽ ഒരു സംരക്ഷകനും ഇടയനുമായൊരു മാലാഖയുണ്ടെങ്കിൽ ആ അദൃശ്യമായ സാന്നിധ്യത്തെയും സഹായത്തെയും കുറിച്ച് നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ബോധവാന്മാരാണ്? ഒരു ദിവസം, വെറും ഒരു ദിവസത്തേക്ക് എനിക്ക് കൂട്ടിന് അങ്ങനെ ഒരാളുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ തീരുമാനങ്ങളെ, നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ, അല്ലെങ്കിൽ നിങ്ങളോട് ഇടപഴകുന്ന ആളുകളോടുള്ള നിങ്ങളുടെ സമീപനത്തെ എങ്ങനെ മാറ്റും? ആ അദൃശ്യനായ കൂട്ടുകാരൻ കൂടെയുണ്ടെന്ന അറിവിൽ ഈ ലോകത്തിലൂടെ നടക്കുന്നത് എങ്ങനെയുള്ള അനുഭവമായിരിക്കും? ഇത് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനും പര്യവേഷണം ചെയ്യാനും ഒരു വിഷയമായി നിലനിൽക്കുന്നു.